സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പ്രവാസി പെൻഷനും തിരികെ എത്തിയ പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകണമെന്ന് കേരള പ്രവാസി സംഘം വൈപ്പിൻ ഏരിയ സമ്മേളനം. കെ.സി. എബ്രഹാം മെമ്മോറിയൽ ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ ട്രഷറർ വി.ആർ. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈപ്പിൻ ഏരിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ചടങ്ങിൽ നടന്നു. കേരള പ്രവാസി സംഘം വൈപ്പിൻ ഏരിയ സമ്മേളനം കെ.സി. എബ്രഹാം മെമ്മോറിയൽ ഹാളിൽ ജില്ലാ ട്രഷറർ വി.ആർ. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ 2016 വൈപ്പിനിലും ഒരേ സ്റ്റെപ്പിൽ തന്നെ സംഭവിച്ചാണ്. അതിൻ്റെ പ്രവാസി സംഘം 2016 നമ്മൾ പണി തുടങ്ങി. 2018 അതിൻ്റെ ഇനാഗ്രേഷൻ നടത്തി. ഇപ്പോൾ അത് 7 വർഷമായിട്ട് വലിയ കുഴപ്പമില്ലാതെ പ്രവാസികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ. ചാൾസ് ഗോൺസാവൽസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ടി.കെ. സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈപ്പിൻ ഏരിയ ഭാരവാഹികളായി വിജയൻ പി.വി. പ്രസിഡന്റ്, ചാൾസ് ഗോൺസാവൽസ്, സുരേഷ് ബാബു വൈസ് പ്രസിഡന്റുമാർ, ഡെന്നി എം.എസ്. സെക്രട്ടറി, പി.ജി. ജയൻ, ഡേവിസ് കെ.ജെ. ജോയിന്റ് സെക്രട്ടറിമാർ, ടി.പി. രാധാകൃഷ്ണൻ ട്രഷറർ, ഷിബു കെ. ദാസ്, വിജയ് രാജ്, പ്രവീൺ കെ.എം., രാജീവ് സി.ആർ., അനിൽകുമാർ ഇ.കെ. കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുത്തു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പ്രവാസി പെൻഷനും തിരികെ എത്തിയ പ്രവാസികളുടെ പുനരധിവാസ പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം നൽകണമെന്ന് കേരള പ്രവാസി സംഘം വൈപ്പിൻ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇന്ത്യക്കാരാണ്. 3.54 കോടിയിലധികം വരുന്ന ഈ സമൂഹത്തിൽ 1.59 കോടിയിലധികം ആളുകൾ ഇന്ത്യൻ പാസ്പോർട്ടോടുകൂടി വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രവാസി വിരുദ്ധ നിലപാടുകൾക്കെതിരെ കേരള പ്രവാസി സംഘം ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. 10,000 പങ്കെടുത്ത രാജ്ഭവൻ മാർച്ചും പാർലമെന്റ് മാർച്ചും പ്രതിഷേധങ്ങളുടെ ഭാഗമായിരുന്നു. വിവിധ പ്രവാസി സംഘടനകളെ ഏകോപിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭങ്ങൾക്കും ഇടപെടലുകൾക്കും സംഘം നേതൃത്വം നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വൈപ്പിൻ. അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഷോറൂം. വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ 5000-ൽ പരം മോഡലുകൾ, റേ-ബാൻ, കൊഡാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ. മംഗലത്ത് ഒപ്റ്റിക്കൽ ഹൗസ്. ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ, അനുഭവം അതാണ് സത്യം.